മാതൃസഭയോട് അല്ലെങ്കിൽ മാതൃസഭകളോട് ബന്ധപ്പെട്ട് നമ്മുടെ വിദേശത്തുള്ള മക്കൾ ഒരിക്കലും തുടരുകയില്ല. ഒരു കാലം വരുമ്പോൾ നമ്മുടെ സഭകളെല്ലാം വിദേശത്തായിരിക്കും. നാം ഇവിടെ പേരും പെരുമയും പറഞ്ഞ് ഏതാനും പ്രായാധിക്യത്തിലുള്ള വ്യക്തികൾ മാത്രം ഉണ്ടായിരിക്കും. ഞാൻ ഇത്രയും കടത്തി പറയുന്നല്ലോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഇതാണ് വസ്തുത. ഞാൻ ഈ അടുത്തിടെ ഒരു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ദൈവാലയത്തിൽ പോയി. ഞാനവിടെ വിശ്വാസ പരിശീലക ഡയറക്ടറായിരുന്ന കാലത്ത്, എന്ന് വെച്ചാൽ മതബോധന ഡയറക്ടർ ആയിരുന്ന കാലത്ത്, ഞാൻ ആ ഫൊറോന പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയുടെ 2/3 ഭാഗവും കുട്ടികളായിരുന്നു. 2000-ഓളം കുട്ടികൾ. ഇപ്രാവശ്യം ഞാൻ ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്ത് 3 നിരയും ആൺകുട്ടികളുടെ ഭാഗത്ത് 4 നിരയുമുണ്ട്. ഇത്രയുമേ ഉള്ളൂ. ഇതുപോലാണ് എല്ലാ പള്ളികളിലെയും സ്ഥിതി. ഇങ്ങനെ ഉറവിലങ്ങാട് പോലെയുള്ള വലിയ പള്ളികളിൽ ഒരുപക്ഷെ അത് നമുക്ക് അത്ര അനുഭവപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗവും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇവിടെ തങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് പോകരുതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യവുമല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ തന്നെ ചിന്തിക്കുന്നത്, എൻ്റെ മകളെ, എൻ്റെ കൊച്ചുമകളെ, എൻ്റെ മകനെ, കൊച്ചുമകനെ ഒക്കെ എപ്രകാരം വിദേശത്തേക്ക് കടത്താമെന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം അവരുടെ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വിദേശത്തുള്ള നമ്മുടെ സഭാമക്കളോടുള്ള ബന്ധം നമ്മൾ പുലർത്തണം. അവരെ അവിടുന്ന് അടർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അവരുടെ വിശ്വാസ പാരമ്പര്യം, അവരുടെ രാജ്യ സംസ്കാരം, ഭാരതീയ സംസ്കാരം, കേരള സംസ്കാരം, ഇതൊക്കെ അവരിൽ വീണ്ടും തുടരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ വ്യക്തിസഭകളും ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മാർത്തോമാ സഭയുടെ സഫർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് ഇവിടെ ഇരിക്കുന്നത്. മാർത്തോമാ സഭയുടെ മക്കളാണ് കൂടുതൽ പുറത്തേക്ക് പോകുന്നത്. കാരണം അവർ സമ്പത്തുള്ളവരാണ്, വിദ്യാഭ്യാസം പെട്ടെന്ന് ലഭിക്കുന്നവരാണ്. അവർ പിന്നെ വിദേശത്തേക്ക് പോവുകയാണ്. അതിനനുസരിച്ച് ഇവിടെ സഭ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഭദ്രാസനങ്ങൾ ഉണ്ടാക്കും, മെത്രാന്മാരവിടെ പോകും. പക്ഷേ ഈ മാതൃസഭയോടുള്ള ബന്ധം എന്താണ്? ഈ കേരളത്തിലാണ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലാണ് മാർത്തോമാ ശ്ലീഹ വന്നതെന്നും 7 പള്ളികൾ സ്ഥാപിച്ചെന്നും ആ 7 പള്ളികളുടെ കൂട്ടത്തിൽ നിന്നാണ് മറ്റു പള്ളികളെല്ലാം ഉണ്ടായതെന്നും ഒക്കെയുള്ള പാരമ്പര്യം ആരോട് എങ്ങനെ പറയും? ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ വെല്ലുവിളി. ഈ വെല്ലുവിളിയെ നമ്മൾ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തന്നെ ആവണം കേരളത്തിലെ മറ്റ് സഭകൾക്ക് പ്രചോദനമായിക്കൊണ്ട് ഭാരതത്തിലെ ക്രൈസ്തവ സഭ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വിദേശത്തുള്ള നമ്മുടെ സഭകളോട് ബന്ധപ്പെട്ട് നമ്മുടെ ശക്തി അല്ലെങ്കിൽ ക്രൈസ്തവമായ സാക്ഷ്യം പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമെന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റേതായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും അപ്രകാരമുള്ള ഒരു പദ്ധതി നമുക്കുണ്ടാകട്ടെ.